നമസ്കാരം. കൊളംബിയയിൽ ബോംബ് സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 36 പേർക്ക് പരിക്കേറ്റു. കൊളംബിയൻ നഗരമായ കാലിയിൽ വിമാനത്താവളത്തിന് സമീപമുള്ള തിരക്കേറിയ തെരുവിലാണ് സ്ഫോടനമുണ്ടായത്. പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നഗരത്തിന്റെ വടക്ക് ഭാഗത്തുള്ള മാർക്കോ ഫിഡൽ സുവാരസ് മിലിറ്ററി ഏവിയേഷൻ സ്കൂളിനെ ലക്ഷ്യമിട്ടാണ് ബോംബ് സ്ഫോടനം നടന്നതെന്നാണ് വിവരം. രാജ്യത്ത് 2026 പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുണ്ടായ സ്ഫോടനം രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ സ്ഫോടനങ്ങൾ ഭയന്ന് വലിയ ട്രക്കുകൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചു. സ്ഫോടനത്തെപ്പറ്റി വിവരങ്ങൾ നൽകുന്നവർക്ക് $10,000 പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങളും സ്കൂളും ഒഴിപ്പിച്ചു. മരണസംഖ്യ ഇനി ഉയരാനും സാധ്യതയുണ്ട്. സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുകയാണ്. സ്ഫോടനത്തിന് പിന്നിലുണ്ടായ കാരണം എന്താണെന്നും വ്യക്തമല്ല. ആഭ്യന്തര സംഘർഷങ്ങൾ പതിവായ കൊളംബിയയിൽ ഇത്തരം ആക്രമണങ്ങൾ ഇടയ്ക്ക് സംഭവിക്കാറുണ്ടെങ്കിലും സമീപകാലത്ത് ഈ മേഖലയിൽ ഇത്തരമൊരു വലിയ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. നടന്നത് ഭീകരാക്രമണമാണെന്നും ഭീകരത നമ്മളെ പരാജയപ്പെടുത്തില്ലെന്നും റീജിയണൽ ഗവർണർ ഡെലിയൻ ഫ്രാൻസിസ് പ്രതികരിച്ചു. ജൂണിൽ കാലിയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇടതുപക്ഷ ഗറില്ലകൾ ഏറ്റെടുത്തിരുന്നു. അന്നത്തെ സ്ഫോടനത്തിൽ 7 പേരായിരുന്നു കൊല്ലപ്പെട്ടത്.